ഇന്നത്തെ വീഡിയോ എടുത്തത് എൻ്റെ വീട്ടിലാണ്. അപ്പോൾ ഇത് ഉമ്മച്ചിയുടെ കുറച്ച് കൃഷികളാണ്. കൊള്ളിയുണ്ട്, പിന്നെ ഈ നിൽക്കുന്നതെന്ന് വെച്ചാൽ മധുരക്കിഴങ്ങ് എന്ന് പറയും കേട്ടോ. അപ്പോൾ ഞാനിതൊക്കെ കണ്ടപ്പോൾ വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഇന്ന് ഇതിൽ നമുക്ക് ഒരു കൊള്ളിയും പറിക്കണം, അതുപോലെ തന്നെ ചേമ്പുണ്ട്, ആ ചേമ്പും പറിക്കണം കേട്ടോ. ഇവിടെ ഒരു മത്തൻ പടർന്ന് കിടക്കുന്നുണ്ട്, അതിൽ മത്തങ്ങയൊക്കെ ഉണ്ടാവുന്നുണ്ട്. പക്ഷേ ഈ ഒരു പ്രായത്തിൽ തന്നെ കുറേ പ്രാണികളൊക്കെ കുത്തി പോവുകയാണെന്ന് കേട്ടോ ഉമ്മ പറഞ്ഞത്. അപ്പോൾ ആ മത്തൻ അങ്ങനെ 2-3 ഇവിടെ അങ്ങനെ ഉണ്ടായി കിടക്കുന്നത് ഞാൻ കണ്ട്. പിന്നെ നമ്മുടെ നെക്സ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ചേമ്പ് പറിച്ചെടുക്കലാണ് കേട്ടോ. ഇത് ഞാൻ ഒറ്റക്ക് കുറേ ട്രൈ ചെയ്തിട്ടാണ് കേട്ടോ അത് കിട്ടിയത്. നല്ല പാടുണ്ടായിരുന്നു. ഇവിടുത്തെ ഭൂമി എന്ന് പറഞ്ഞാൽ നല്ല മണ്ണൊക്കെ നല്ല തറഞ്ഞ് കിടക്കുന്ന കൽപ്പൊടിയായിട്ടുള്ള പ്രദേശമാണ്. അപ്പോൾ അവിടെ എന്ത് നട്ടാലും നമ്മൾ എന്തെങ്കിലും നടണമെങ്കിൽ തന്നെ കിളയ്ക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടാണ്. തുമ്പ കയറാൻ, മണ്ണിൽ തറഞ്ഞ് കയറാൻ നല്ല പാടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ കഷ്ടപ്പെട്ടിട്ടൊക്കെയാണ് ഉമ്മ ഇത് ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ അതിലാദ്യം ചേമ്പ് നട്ടതിൽ കുറച്ച് ചേമ്പൊക്കെ കിട്ടി കേട്ടോ. ഒരു 5-6 കഷ്ണം ചേമ്പൊക്കെ കിട്ടി. കാണുമ്പോഴേ നമുക്ക് അത് പറിച്ചെടുക്കണം എന്നുള്ള ഒരു ചിന്ത വന്നു കഴിഞ്ഞാൽ പിന്നെ അതെങ്ങനെയെങ്കിലും പെട്ടെന്ന് തീർത്തെടുക്കണ ഒരു പരിപാടിയാണ് കേട്ടോ. ഇപ്പോൾ കുറേ ചേമ്പൊക്കെ അങ്ങനെ പറിച്ച് കൈകൊണ്ട് തന്നെ മാക്സിമം എടുക്കുകയാണ് കേട്ടോ എല്ലാവരും. തൂമ്പൊന്നും വെച്ച് എടുക്കാനുള്ള സമയമില്ല, അത്രയും പെട്ടെന്ന് കണ്ടോ കൈകൊണ്ട് മാന്തി കുറേയൊക്കെ എടുത്തിട്ടോ. അങ്ങനെ ഒരു 5-6 പീസ് ചേമ്പ് എനിക്ക് അവിടെ നിന്ന് കിട്ടി. പിന്നെയെന്ന് പറഞ്ഞാൽ എല്ലാ കൊള്ളിയും പറിക്കാനുള്ള ടൈമൊന്നും ആയിട്ടില്ല. ഈ ഒരു കൊള്ളി പറിക്കാമെന്ന് വിചാരിച്ചു. കണ്ടപ്പോൾ ഒരു ആരോഗ്യമില്ലാത്തൊരു കൊള്ളിയായിരുന്നു. അത് പറിച്ചപ്പോൾ അതിൽ അത്യാവശ്യം കിഴങ്ങൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ആ കിഴങ്ങെന്ന് പറഞ്ഞാൽ തൊരപ്പൻ ഉണ്ടല്ലോ, അടിത്തൊരപ്പൻ എന്ന് പറയും. ഈ സംഭവം അടിയിൽ കൂടി വന്നിട്ട് പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ മണ്ണൊന്നും ഇളകിയിട്ടില്ല, പക്ഷേ അടിയിൽ കൂടി വന്ന് തൊരപ്പൻ മാന്തി എടുത്തിട്ട് കിഴങ്ങ് കിട്ടി നമുക്ക്. പക്ഷേ അതിൽ ഒരെണ്ണം മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കിഴങ്ങുള്ളൂ. ബാക്കി കംപ്ലീറ്റ് അത് തിന്ന് ഇട്ടേക്കണാണ് കേട്ടോ. കണ്ടോ, ഇതിൻ്റെ തണ്ട് കണ്ട ഇതിൻ്റെ അടിയിൽ ഇത്രയും കിഴങ്ങുണ്ടെന്ന് പറയില്ല. അപ്പോൾ നല്ല വലിയ കിഴങ്ങ് തന്നെയായിരുന്നു. അതിൽ 2 നന്നായിട്ട് കഴിച്ചു. അപ്പോൾ നമ്മളതെടുത്തില്ല. ബാക്കി കിട്ടിയ ഒരു കിഴങ്ങും പിന്നെ ചേമ്പുമാണ് കേട്ടോ ഈ വെച്ചേക്കുന്നത്. പിന്നെ മെയിനായിട്ട് ഞാൻ ഇന്ന് ഇവിടെ നിന്ന് എടുത്തത് ഈ മധുരക്കിഴങ്ങിൻ്റെ ഈ തൈക്കളാണ് കേട്ടോ. നേരത്തെ പറിച്ചെടുത്ത ആ കൊള്ളിയുടെ തണ്ടും അതുപോലെ ഈ മധുരക്കിഴങ്ങ് ഇതും നമുക്ക് പറമ്പിൽ കുഴിച്ചിടണം കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഇവിടെ നിന്ന് ഇതൊക്കെ എടുക്കണം കേട്ടോ. മുമ്പ് കഴിച്ചവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. നമ്മൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് വെച്ചാൽ വെറുതെ കഴുകി വൃത്തിയാക്കി ആവിയിൽ പുഴുങ്ങിയെടുക്കുകയാണ് ചെയ്യുന്നത്.